കാസർഗോഡ് നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 20-ാം വാർഡ് പുലിക്കുന്ന് ചന്ദ്രഗിരി പുഴയ്ക്ക് സമീപം 18 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. Forever shine. കാസർഗോഡ് നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 20-ാം വാർഡ് പുലിക്കുന്ന് ചന്ദ്രഗിരി പുഴയ്ക്ക് സമീപം 18 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ചന്ദ്രഗിരി പാലത്തിനു സമീപം നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ മാസത്തിലാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റത്. അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ തീർക്കാത്ത ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയും അതിനെ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തുകൊണ്ട് പദ്ധതിക്ക് വളരെ നല്ലൊരു പുരോഗതിയും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫണ്ട് ആ സമയത്ത് തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഫണ്ട് അനുവദിച്ച മുനിസിപ്പൽ മുൻ ചെയർപേഴ്സണ് അബ്ബാസ് ബീഗത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടുകാരുടെ ആഗ്രഹപ്രകാരം വളരെ നല്ലൊരു പദ്ധതിയാണ്. ഏറ്റവും നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള മഹത്തായ പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 5 മാസത്തോളമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വികസന പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല വികസന പദ്ധതികൾ നമ്മുടെ കാഴ്ചപ്പാടിലുണ്ട്. അതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാതൃകാ മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. വൈസ് ചെയർമാൻ ഹനീഫ കെ എം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജാഫർ കമാൽ, സമീന മുജീബ്, എഞ്ചിനീയർ ശ്രീജിത്ത്, നഗരസഭാ മുൻ ചെയർമാൻ അബ്ബാസ് ബീഗം, മുൻ കൗൺസിലർ വിമല, CT അബ്ദുൾ റഹ്മാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ രാജേഷ് അമ്മൈ സ്വാഗതം പറഞ്ഞു. ശേഷം ലഘുഭക്ഷണവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.